പ്രിയ പത്ര ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾക്ക് പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ഹാർദരമായ സ്വാഗതം. ഞാൻ പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ. പ്രിയമുള്ളവരെ, പ്രേംനസീർ സുഹൃത്ത് സമിതി എല്ലാ വർഷവും നടത്തിവരുന്ന പത്രദൃശ്യമാധ്യമ പുരസ്കാര സമർപ്പണ ചടങ്ങിൻ്റെ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കൊട്ടാരക്കര അരീക്കൽ ആയുർവേദ ആശുപത്രിയുമായിട്ട് ഒരുക്കുന്ന 8ാമത് പുരസ്കാര പ്രഖ്യാപനത്തിൻ്റെ ജൂറി ചെയർമാൻ, നമ്മുടെയൊക്കെ അറിയാവുന്ന ദൂരദർശനിലെ മുൻ ന്യൂസ് പ്രസൻറ്ററും അതുപോലെ ന്യൂസ് എഡിറ്ററുമായിരുന്ന ഹേമലത മേഡമാണ് ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ. മറ്റ് 2 മെമ്പർമാരുണ്ട്. ഒന്ന് ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ കെ ശ്രീകണ്ഠൻ. രണ്ടാമത്തെ മെമ്പർ കേരള സർവകലാശാല മുൻ അസിസ്റ്റൻ്റ് രജിസ്ട്രാറും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറും കൂടിയായ ശ്രീ റോബിൻ സേവ്യറാണ്. ശ്രീകണ്ഠൻ വന്നുകൊണ്ടിരിക്കുകയാണ്, എറണാകുളത്തായിരുന്നു, യാത്രയിലാണ്. പിന്നെ ഉള്ളത് പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ പനച്ചമൂട് ഷാജഹാനാണ്. പ്രധാനപ്പെട്ട മാധ്യമ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ജൂറി ചെയർമാൻ ഹേമലത മേഡം നടത്തുന്നു. പ്രേംനസീർ മാധ്യമ രത്ന പുരസ്കാരം ശ്രീ SR ശക്തിധരന്. പ്രേംനസീർ ദൃശ്യ മാധ്യമ വനിതാ കർമ്മശ്രേഷ്ഠ പുരസ്കാരം S സുജയ പാർവതിക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേംനസീർ മാധ്യമ പുരസ്കാരം SV രാജേഷിന് നൽകുന്നു. പ്രിയമുള്ളവരെ, 2025 ജനുവരി മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിലെ എൻട്രികൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡ് നിർണയം ജൂറി കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷക്കാലവും ഇത്തരത്തിലുള്ള ജൂറി പ്രഖ്യാപനമാണ് മുൻപ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ആയിരുന്ന കെമാൽ പാഷ സാറായിരുന്നു മാധ്യമ പുരസ്കാരങ്ങൾ സമർപ്പിച്ചിരുന്നത്. ഈ വർഷം ആഗസ്റ്റ് 3-ാം തീയതി തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. ഈ ചടങ്ങിൽ മുൻ MP ശ്രീ പന്ന്യൻ രവീന്ദ്ര സാർ അധ്യക്ഷത വഹിക്കുകയും മുൻ മീഡിയ അക്കാദമിയുടെ മുൻ ചെയർമാൻ ശ്രീ RS ബാബു സാർ മുഖ്യപ്രഭാഷണം നടത്തുകയും അതോടൊപ്പം തന്നെ ജൂറി ചെയർമാനും 2 ജൂറി മെമ്പർമാരും അരീക്കൽ ആയുർവേദ ആശുപത്രിയുടെ MD ശ്രീ ഡോക്ടർ സ്മിത്ത് കുമാറും പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പനച്ചമൂട് ഷാജഹാനും പരിപാടിയിൽ സംബന്ധിക്കും. മറ്റ് അവാർഡുകൾ വിശദമായി പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 50 വർഷക്കാലത്തിലേറെയായി മാധ്യമ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമാണ് ശ്രീ SR ശക്തിധരൻ. ദേശാഭിമാനി പത്രത്തിൻ്റെ റെസിഡൻറ്റ് സെക്രട്ടറിയായും അതുപോലെ തന്നെ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഒരുപാട് മാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്ന SR ശക്തിധരൻ സാറിനാണ് ഈ വർഷത്തെ മാധ്യമരത്ന പുരസ്കാരം സമർപ്പിക്കുന്നത്. പ്രേംനസീർ ദൃശ്യ മാധ്യമ വനിതാ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നമുക്കറിയാം സുജയ പാർവതി ഇന്ന് ബിഗ് TVയിലെ ചീഫ് എഡിറ്ററാണ്. മറ്റ് ഒരുപാട് ചാനലുകളിൽ സുദീർഘമായ സേവനം ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് സുജയ പാർവതി. മുഖം നോക്കാതെ വാർത്തകൾ നൽകുവാനും അതുപോലെ തന്നെ മികച്ച അവതരണത്തിലും സുജയ പാർവതിയുടെ പ്രത്യേക കഴിവിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ദൃശ്യമാധ്യമ വനിതാ കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നത്. അതുപോലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേംനസീർ മാധ്യമ പുരസ്കാരം കേരള കൗമുദിയുടെ അസോസിയേറ്റ് SV രാജേഷ് സാറാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ 10-40 വർഷക്കാലമായി കേരള കൗമുദി പത്രത്തിലും ഇപ്പോൾ കൗമുദി ചാനലിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും മികച്ച രീതിയിൽ അവതരണവും മറ്റു പ്രോഗ്രാമുകളും റിപ്പോർട്ടുകളും നൽകി ഈ രംഗത്ത് തെളിഞ്ഞു നിൽക്കുന്നതാണ് SV രാജേഷ്. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ ഈ അവാർഡ് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ വെച്ച് ഞങ്ങൾ 2 അവാർഡുകൾ കൂടി മറ്റു കൊടുക്കുന്നുണ്ട്. ഒന്ന് സാഹിത്യ പുരസ്കാരമാണ്. ഈ പുരസ്കാരം സ്വപ്ന K സുധാകരനും മറ്റൊന്ന് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം തിരക്കഥാകൃത്തും സംവിധായകനും നടനും നിർമ്മാതാവുമായ ശ്രീ KR ഉണ്ണിക്കും സമർപ്പിക്കുന്നുണ്ട്. മറ്റ് അവാർഡുകൾ അച്ചടി മാധ്യമം മികച്ച ബിസിനസ് എഡിറ്റർ P കിഷോർ, ബിസിനസ് എഡിറ്റർ മലയാള മനോരമ കൊച്ചി. മികച്ച സ്പെഷ്യൽ സ്റ്റോറി റിപ്പോർട്ടർ AP ജിനൻ,
റിപ്പോർട്ടർ കേരള കൗമുദി. മികച്ച സാമൂഹ്യ പ്രതിബദ്ധത റിപ്പോർട്ടർ ശിവ കൈലാസ്, റിപ്പോർട്ടർ കലാകൗമുദി. റിപ്പോർട്ട് നീതി തേടി മാതാപിതാക്കൾ. മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ KB ജയചന്ദ്രൻ, ചീഫ് ഫോട്ടോഗ്രാഫർ മെട്രോ വാർത്ത തിരുവനന്തപുരം. ന്യൂസ് ചിത്രം ചില്ലിൽ വിരിഞ്ഞ നീലാകാശം. മികച്ച നിയമസഭാ അവലോകന റിപ്പോർട്ടർ K അനസ്, ബ്യൂറോ ചീഫ് ചന്ദ്രിക തിരുവനന്തപുരം. മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ NS മോഹൻദാസ്, പ്രാദേശിക റിപ്പോർട്ടർ മാധ്യമം തിരുവനന്തപുരം. റിപ്പോർട്ട് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പകൽ വീടിൻ്റെ അവസ്ഥ. മികച്ച സാംസ്കാരിക റിപ്പോർട്ടർ S മഞ്ജുള ദേവി, റിപ്പോർട്ടർ ദീപിക ആൻഡ് രാഷ്ട്രദീപിക തിരുവനന്തപുരം. റിപ്പോർട്ട് പെൺകരുത്തിൻ്റെ ശില്പി. മികച്ച ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ് റിപ്പോർട്ടർ VV അനൂപ്, റിപ്പോർട്ടർ ജന്മഭൂമി. റിപ്പോർട്ട് രാത്രി കോളേജിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകൻ. മികച്ച ഓൺലൈൻ റിപ്പോർട്ടർ D അജിത് കുമാർ, ചീഫ് റിപ്പോർട്ടർ J കേസരി. റിപ്പോർട്ട് പോലീസ് യൂണിഫോം സ്വകാര്യ സെക്യൂരിറ്റിയിലേക്ക് വന്ന വഴി. മികച്ച ഓൺലൈൻ പ്രാദേശിക റിപ്പോർട്ടർ ഖാലിദ് പോവൽ, ന്യൂസ് എഡിറ്റർ ജയനാഥം കാസർഗോഡ്. റിപ്പോർട്ട് സ്ഥാനാർത്ഥികളെ വെള്ളം കുടിപ്പിച്ച പെൺകുട്ടി. മികച്ച പ്രാദേശിക റിപ്പോർട്ടർ ദീപ സജീവ്, റിപ്പോർട്ടർ കേരള ന്യൂസ് മീഡിയ. മികച്ച യൂട്യൂബ് അവതാരകൻ ജോർജ് പുളിക്കൻ, അവതാരകൻ N ക്രിസ്റ്റോ, യൂട്യൂബ് ചാനൽ ദൃശ്യമാധ്യമം. മികച്ച ന്യൂസ് ചാനൽ മീഡിയ വൺ. മികച്ച ന്യൂസ് റിപ്പോർട്ടർ കണ്ണൻ നായർ, സീനിയർ ചീഫ് റിപ്പോർട്ടർ മാതൃഭൂമി കൊല്ലം. റിപ്പോർട്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിലയിലെ തട്ടിപ്പ്. മികച്ച ന്യൂസ് അവതാരകൻ ഗോപികൃഷ്ണൻ, സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ 24 ന്യൂസ് ചാനൽ. മികച്ച അന്വേഷണ റിപ്പോർട്ടർ AK സ്റ്റെഫിൻ, റിപ്പോർട്ടർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ട് ആനവണ്ടിയിലെ അഴിമതി. മികച്ച അഭിമുഖം അവതാരകൻ ദീപക് ദർബടം, അസോസിയേറ്റ് എഡിറ്റർ 24 ന്യൂസ് ചാനൽ. മികച്ച പ്രോഗ്രാം അവതാരകൻ V രാമകൃഷ്ണൻ, പ്രൊഡ്യൂസർ ആൻഡ് അവതാരകൻ SCV ന്യൂസ് തിരുവനന്തപുരം. പ്രോഗ്രാം കേരള ലൈഫ്. മികച്ച ന്യൂസ് ക്യാമറമാൻ S റിയാസ്, സീനിയർ ക്യാമറമാൻ ജയ് ഹിന്ദ് TV. മികച്ച പ്രാദേശിക ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ഷിജു പടിഞ്ഞാറ്റിൻകര, ചീഫ് എഡിറ്റർ കൊട്ടാരക്കര വാർത്തകൾ. റിപ്പോർട്ട് രാത്രിയിൽ സുഖം തേടി വരുന്നവർ സൂക്ഷിക്കുക. ഇത്രയുമാണ് ഈ വർഷത്തെ പ്രേം നസീർ മാധ്യമ ദൃശ്യമാധ്യമ അവാർഡുകളുടെ ഡീറ്റെയിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മാസം അടുത്ത ആഗസ്റ്റ് 3-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. വളരെ സുതാര്യമായ രീതിയിലാണ് ഈ വർഷവും ജൂറി കമ്മിറ്റി പുരസ്കാര നിർണ്ണയം നടത്തിയിട്ടുണ്ട്. എൻട്രികൾ 80ഓളം എൻട്രികളാണ് ഈ വർഷം ജൂറിക്ക് മുമ്പാകെ എത്തിയത്. അതിൽ നിന്നുമാണ് വിശദമായ ചർച്ചകൾക്ക് ശേഷം ജൂറി കമ്മിറ്റി ഈ അവാർഡ് നിർണ്ണയം നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കാലം അത്രയും പ്രേം നസീർ സുഹൃത്തുക്കളുടെ വിവിധ പ്രോഗ്രാമുകൾ നല്ല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പുരസ്കാര പ്രഖ്യാപനവും വളരെ നല്ല രീതിയിൽ പ്രസിദ്ധീകരിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അതുപോലെ തന്നെ 3-ാം തീയതി നടക്കുന്ന ഈ അവാർഡ് സമർപ്പണ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ജൂറി കമ്മിറ്റിക്ക് വേണ്ടി 2 വാക്ക് ശ്രീ റോബിറ്റ് സേവർ. പ്രിയമുള്ളവരെ, ഏറെ സുതാര്യമായ രീതിയിലാണ് ഈ മാധ്യമ പുരസ്കാരങ്ങൾ നിർണയിച്ചത്. സമൂഹത്തിന് നേർക്കണ്ണാടിയാണ് മാധ്യമങ്ങൾ. അത് മുമ്പും അങ്ങനെ ആയിരുന്നു, ഇന്ന് അങ്ങനെയാണ്, എന്നും അങ്ങനെ ആയിരിക്കണം. സമൂഹത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുവാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് പാരിതോഷികം എന്നുള്ള നിലയിലല്ല, ഒരു പ്രചോദനം എന്നുള്ള രീതിയിലാണ് ഈ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ പുരസ്കാരം നേടിയ എല്ലാവർക്കും പ്രേം നസീർ സുഹൃത്സമിതിയുടെ പേരിലും ഈ ജൂറി കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദിയും ആശംസകളും അറിയിക്കുകയാണ്. റോബിൻ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസ് റിലീസ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാധ്യമ പ്രവർത്തകർ രാവും പകലും ഇല്ലാതെ വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് വാർത്തകൾ കവറേജ് ചെയ്യാൻ വേണ്ടി വിവിധ മേഖലകളിലേക്ക് പോകുന്നത്. അവരെ നമ്മൾ ആദരിക്കുക, അംഗീകരിക്കുക. അത് കഴിഞ്ഞ വളരെ സുതാര്യമായ രീതിയിലാണ് പ്രേം നസീർ സുഹൃത്സമിതി ഇതുവരെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ വലിയ വെള്ളപ്പൊക്കം നടന്നപ്പോൾ ആദ്യമായി തിരുവനന്തപുരത്ത് 108 പത്രക്കാരെയും അതുപോലെ ചാനൽ പ്രവർത്തകരൊക്കെ പ്രേം നസീർ സുഹൃത്സമിതി ഗാന്ധി ഭവനുമാണ് തിരുവനന്തപുരത്ത് ആദ്യമായി ആദരിക്കപ്പെട്ടത്. അപ്പോൾ എപ്പോഴും പ്രേം നസീർ സുഹൃത്സമിതി മാധ്യമ പ്രവർത്തകർക്ക് അതിന് അർഹമായ അംഗീകാരവും സ്ഥാനവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തിനും അത്രയും വളരെ സുതാര്യമായി തന്നെ ഈ പ്രഖ്യാപനവും നടത്തുന്നത്. പ്രിയപ്പെട്ട ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 7 വർഷം
ദൃശ്യമാധ്യമ രംഗത്തെ സുഹൃത്തുക്കൾക്ക് പ്രേം നസീർ സുഹൃത്ത് സമിതി പത്രദൃശ്യ മാധ്യമ അവാർഡുകൾ നൽകി ആദരിച്ചു. ചലച്ചിത്ര അവാർഡുകൾ പോലെ ഡോക്യുമെൻ്ററി അവാർഡ് നൽകുന്നത് പോലെ തന്നെ ഞങ്ങൾ മുടങ്ങാതെ എല്ലാ വർഷവും ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മികച്ച പ്രതികരണം എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പ്രത്യേക ജൂറികളെ ഓരോ വർഷവും തീരുമാനിച്ച് അവർ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. 3-ാം തീയതി നടക്കുന്ന ഈ അവാർഡ് വിതരണ ചടങ്ങിനും ഇന്നത്തെ അവാർഡ് പ്രഖ്യാപനത്തിനും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയോടുകൂടിയുള്ള വാർത്തകൾ നൽകി സഹായിക്കണം. നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിനും പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പ്രോഗ്രാമുകൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകി നിങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മുടെ വാർത്തകൾ നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്യണമെന്ന് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിന് ഈ ജൂറി ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ഹേമലത മേഡം നിങ്ങൾക്കറിയാം, ദൂരദർശൻ കേന്ദ്രത്തിലെ മുൻ അവതാരകയും അതോടൊപ്പം തന്നെ ചീഫ് എഡിറ്ററുമായിരുന്നു. ന്യൂസ് എഡിറ്റർ കൂടിയായിരുന്ന മേഡത്തിന് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതേപോലെ അടുത്തൊരു ജൂറി മെമ്പറായിരുന്ന റോബിൻ സേവ്യർ സാർ, അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ പരിചയമാണ്. ഭാരത് ഭവനുമായി ബന്ധപ്പെട്ട് പല പരിപാടികളുമായി ബന്ധപ്പെട്ടുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കൊല്ലത്താണ് ജോലി. എങ്കിലും നമ്മുടെ ഈ ജൂറി കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമാവുകയും വളരെ പ്രശസ്തമായ രീതിയിൽ തന്നെ നമ്മളൊപ്പം സഹകരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട റോബിൻ സേവ്യർ അവർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ സ്വാഗതം പറഞ്ഞ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ഈ ദൃശ്യ മാധ്യമ പ്രഖ്യാപന ചടങ്ങിന് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പേരിൽ ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.